വിശക്കുന്നവർക്ക് മുൻപിൽ അപ്പമായി അവർക്ക് സുവിശേഷം പകർന്നു നൽകുന്ന ജീവിതങ്ങൾ. കരുണയുടെ കരങ്ങൾ നീട്ടി അനേകർക്ക് ആശ്വാസമേകുന്നവർ. ഇത് എറണാകുളം പച്ചാളത്ത് ലൂർദ് ആശുപത്രിക്ക് സമീപം ഒത്തുചേരുന്ന ബ്രദേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന സ്നേഹക്കൂട്ടായ്മ. എറണാകുളം ജനറൽ ആശുപത്രി അടക്കം നിരവധി ആതുരാലയങ്ങളിൽ ഭക്ഷണ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു കൂട്ടായ്മ. ഇത് ഈ കൂട്ടായ്മയെ ഏകോപിപ്പിക്കുന്ന സ്റ്റീഫൻ കണ്ടായിക്കോടത്ത് എന്ന ശുശ്രൂഷകൻ. കർത്താവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയ നാൾ മുതൽ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന്റെ മാനസാന്തര അനുഭവവും ഇപ്പോൾ നിർവഹിക്കുന്ന പ്രേക്ഷിത ജീവിതവും നമ്മോട് പങ്കുവെക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം ഷാലോമിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശംസിയായിരിക്കും. നന്ദി ദൈവത്തിന്. സ്റ്റീഫൻ, ഞാൻ പഴയ യേശുവിലേക്ക് വരുന്നതിന് മുമ്പുള്ള കുടുംബ പശ്ചാത്തലവും മറ്റൊന്ന് പങ്കുവയ്ക്കാമോ? യേശുവിലേക്ക് വരുന്നതിന് മുൻപെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ നവീകരണാനുഭവത്തിലേക്ക് വന്നിട്ട് ഒരു 30 വർഷമായി. അപ്പോൾ ഈ 30 വർഷത്തിന് പിന്നിലുള്ള എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു ലോകത്തിൻ്റെ രൂപയിൽ തന്നെയായിരുന്നു. കാരണം ഏതാണ്ട് ഒരു 18 വയസ്സായപ്പോൾ തന്നെ എനിക്ക് ടാറ്റയിൽ ജോലി കിട്ടി. അപ്പോൾ ജീവിതം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തി. പിന്നെ അതുപോലുള്ള കൂട്ടുകെട്ടുകളൊക്കെ കൂട്ടുബന്ധങ്ങൾ ശരിക്ക് ഈ ലെഫ്റ്റ് ചിന്താഗതി, അതുപോലെ തന്നെ നിരീശ്വരവാദത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് അങ്ങനെയൊക്കെ നമ്മൾ കാര്യം വിശ്വാസിയാണ്, ക്രിസ്ത്യാനിയാണ്, എങ്കിലും ഒരു അവിശ്വാസിയായിട്ട് ശരിക്കും ദൈവത്തെ അറിയാത്ത ഒരു ജീവിതമായിരുന്നു. മെയിനായിട്ട് മദ്യപാനത്തിൻ്റെ കൂട്ടായ്മ, അങ്ങനൊരു കൂട്ട് നിരന്തരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചകളിലൊക്കെ രാവിലെ തന്നെ നമ്മളേതെങ്കിലും ബാറ്, ഹോട്ടലുകളൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഷാപ്പ്, ഒരു 10-20 പേരുണ്ട് ഞങ്ങൾ, ഒരു ലെഗ്യോൻ ബാധിച്ചതെന്ന് പറഞ്ഞ പോലെ. അതുപോലെ ഒരു കുറേ പേരായിരുന്നു. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാം അടിച്ച് തലക്ക് പൊളിയില്ലാതെയൊക്കെ പിന്നെ ഒരു 10-12 മണിയൊക്കെ ആകുമ്പോഴാണ് തലക്ക് പൊളിയില്ലാതെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. അതിനുശേഷം വിവാഹം കഴിഞ്ഞു എങ്കിലും 2 പിള്ളേരായി എങ്കിലും അത്തരത്തിലുള്ള ലൈഫിനൊരു മാറ്റമൊന്നും വന്നില്ല. ദൈവത്തിലേക്ക് അടുത്തിട്ടില്ല, ദൈവത്തെ അറിയില്ല. എന്നാൽ പള്ളിയിൽ പോകുന്നുണ്ട്, ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ടൊക്കെ ഇങ്ങനെ അത്യാവശ്യം ജീവിക്കുന്നു. പക്ഷേ ഒരു തരം വഴിവിട്ട ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. പക്ഷേ ഇതിനകത്ത് നിന്ന് ദൈവത്തിലേക്ക് തിരിയാൻ കാരണം നിരന്തരം മദ്യതും അതുതന്നെ കുടുംബത്തിലെ കലഹവും ഞാൻ മുഖാന്തരം കേട്ടോ. അപ്പോൾ അങ്ങനെ നിരന്തരം ഈ ഒരുവിധം മനസ്സ് മടുത്ത് ജീവിതം വേണ്ട, അല്ലെങ്കിൽ ആത്മഹത്യ മുന്നിലേക്ക് കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്കൊക്കെ തിരിഞ്ഞു. പല ആവർത്തി ഞാനിങ്ങനെ ആത്മഹത്യയൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തി. അത് പറയുകയാണെങ്കിൽ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ നടക്കുന്ന മേഖലയിൽ അന്ന് ആ സ്ഥലം ശരിക്കും ചെള്ളയൊക്കെ അടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് അതിനിടയിൽ അവിടെ ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ച് തലക്ക് വെളിവില്ലാതെ വണ്ടി എടുത്തിട്ടുണ്ട്. ആ പോക്കുന്ന പുരവിൽ എവിടെയെങ്കിലും വണ്ടി അടിച്ച് ചാവണമെന്നൊക്കെയുള്ളായിരുന്നു ചിന്ത. വണ്ടിയിലൊരു ബോട്ടിൽ മേടിച്ച് ലാസ്റ്റ് പുഴച്ചാടി ചാവാനുള്ള ചിന്തയാണ്. പക്ഷേ വണ്ടി എത്ര തലക്ക് വെളിവില്ലാതെ പോയെങ്കിലും നിലം തൊടാതെ ഈ മറൈൻ ഡ്രൈവ് സ്റ്റൈലിലെത്തി. അവിടെ ചെന്ന് ഞാനവിടെ വീണു, വണ്ടിയായിട്ട് ഞാൻ വീണു. പിന്നെ ബോധമില്ല കിടപ്പായിരുന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റ് നോക്കുന്നത് ഏതാണ്ട് 10-12 മണിയായപ്പോഴാണ്, രാത്രി ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴാണ് ഞാൻ ഈ സംഭവം അവിടെ ചെല്ലണേ. അപ്പോൾ പുഴയിൽ ചാടി ചാവാനുള്ള ലക്ഷ്യം. അപ്പോൾ ഞാനങ്ങോട്ട് ചാടാനെന്ന് പുഴയുടെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു വള്ളം വന്നു. അവിടെ തമ്പുരാൻ കൊണ്ടുവന്ന വള്ളമായിരുന്നു എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചരൽ വാരാൻ പോയ ആളുകളായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ മണി എത്രയായി? അപ്പോൾ ഈ പാതിരാക്ക് മണിയും ചോദിച്ചിട്ടുണ്ട് തന്നെ. അപ്പോൾ അവർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ 12 മണിയായെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തലയ്ക്ക് ബോധം വന്നത്. ഞാൻ വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് കർത്താവിൻ്റെ ഒരു സ്പർശനം എനിക്ക് കിട്ടിയത്. ഞാൻ ദൈവത്തെ അന്വേഷിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ അല്ല. അവിടെ എറണാകുളത്ത് നമ്മൾ കണ്ണംകുത്ത് ദേവാലയത്തിലൊരു ക്രൈസ്റ്റിൻ്റെ ഒരു രൂപമുണ്ട്. അപ്പോൾ ഒരു ചെറിയ രൂപമാണ്, പക്ഷെ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഭയങ്കര ഭീകരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമായിട്ട് ഇങ്ങനെ നല്ല കാഴ്ചയിൽ നമ്മൾ ശരിക്കും ഇങ്ങനെ തീപ്പൊരി പോലെ തോന്നും. ഇങ്ങനെ രക്തം വാർന്നുകൊണ്ട് തിരുമുഖം
എന്ന് എൻ്റെ നൊവേനയൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെയ്ത് ഒരു ടച്ച്, ഒരു പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിനോട് ഒരുപാട് കാലം ധ്യാനത്തിനൊക്കെ പോകണമായിട്ട് പറഞ്ഞു. ഇപ്പോൾ വർഷങ്ങളായിട്ട് കോട്ടയിലൊക്കെ ധ്യാനത്തിനൊക്കെ പോകുന്നുണ്ട്, ഒരുപാട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ നിൻ്റെ പാട്ടിന് പോകും, ഞാൻ എൻ്റെ പാട്ടിനെന്ന് പറഞ്ഞ് ഞാൻ ഷാപ്പിലേക്കും പോകും, അവൾ കോട്ടയിലേക്കും പോകും. അങ്ങനെയുള്ള ഒരു സ്റ്റൈലൊക്കെ ആയിരുന്നു. പിന്നെ കൂട്ടുകാരെല്ലാവരും കൂടി വീട് സൗകര്യമായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങളെ 10-20 പേരൊക്കെ ഒരുമിച്ചിരുന്ന് കേസ് കണക്കിന് ബ്രാൻഡിയും അതൊക്കെ മേടിച്ച് കുടിച്ച് തലക്ക് വെളിയില്ലാതെ, അതും ഇതുപോലെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് രാത്രി വരെയൊക്കെ അങ്ങനെ പാട്ടും ബഹളവും ഒച്ചയും പുരപ്പാട്ടും ഒക്കെ ആയിട്ടൊക്കെ അങ്ങനെ ജീവിച്ച ഒരു കാലമുള്ളൂ. അതായിരുന്നു സ്റ്റൈല്. അപ്പോൾ വാസ്തവത്തിൽ ഈ മാതിരി ഒരു ജീവിതത്തിനിടയിൽ അനുഭവിച്ച ഭാര്യയെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക ഞങ്ങൾക്ക് മക്കളെയൊക്കെ. ഭാര്യയെ പരിചയപ്പെടേണ്ടതാണ്. കാരണം അവളുടെ കണ്ണുനീര്, പ്രാർത്ഥന, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ. ഞാൻ പ്രാർത്ഥിക്കാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകരുണ്ട്. അമ്മയൊക്കെ ആദ്യകാല കരസ്മാറ്റിക്കിനകത്ത് നായിക്കനം പറമ്പിലച്ഛൻ്റെ ഗ്രൂപ്പിലൊക്കെ പ്രവർത്തിച്ചിരുന്നതൊക്കെയാണ്. പക്ഷെ അവരൊന്നും നമ്മൾ കേൾക്കാറില്ല. കാരണം നമ്മൾ വേറൊരു ലോകത്തിലായിരുന്നു. അങ്ങനെയൊക്കെ ഒരു പോയ കാലഘട്ടത്തിലാണ്. പിന്നെ ഒരു ദിവസം നിർബന്ധിച്ച് എന്നോട് വൈഫ് പറഞ്ഞു, നമുക്കൊന്ന് പോട്ടയിൽ ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞു, ആശ്രമത്തിൽ. അങ്ങനെ ഒരു ദിവസം ഇഷ്ടമില്ലാതെ ആണെങ്കിലും നിർബന്ധം കൊണ്ട് ഒരു ദിവസം പോട്ടെ ആശ്രമം, ഒരു ഏകദിന. അത് ഭയങ്കര ആളാണ് അവിടെ ആ പ്രദേശത്തെങ്ങും വന്ന് നിൽക്കാൻ പറ്റാത്ത ആളുകൾ. അപ്പോൾ ഒരു മരത്തണലിൽ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കണേ. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു പാട്ട് സ്റ്റേജിൽ പാടിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ഇത് ഒരു മനുഷ്യന് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഭയങ്കരമായിട്ട് എൻ്റെ ആത്മാവിനെ ആണ് സ്പർശിച്ചത്. ഞാനവിടെ പോയി വെറുതെ ഇങ്ങനെ നിൽക്കുന്നു. ഈ പാട്ടല്ലാതെ വേറെ ഒന്നും പാടണമില്ല. ഇതിങ്ങനെ ആവർത്തിച്ച് സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നിന്ന് തല്ലിയാൽ പോലും എനിക്ക് വേണ്ടിയിട്ട്, കാരണം ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഹൃദയം പൊട്ടിക്കരയുക. ഒരു പ്രസംഗം കേട്ടിട്ടല്ല, അല്ലെങ്കിൽ വേറെ ഒരു ഉപദേശം കേട്ടിട്ടല്ല, ഈ പാട്ടിൻ്റെ ഈരടികൾ എന്നെക്കുറിച്ച് പാടുന്ന ഒരു അതിരുകളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം. അമ്മ മറന്നാലും ലോകം മറന്നാലും എനിക്ക് നിന്നെ വേണമെന്നുള്ള ആ ഭയങ്കര, അതെൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. പിന്നെ ഞാൻ ലിതിയയുടെ ഹൃദയം തുറന്ന പോലെയാണ്. അതെ ശരിക്കും ഹൃദയത്തെ ഹൃദയം പിളർത്തുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എത്ര സമയം ഞാൻ അവിടെ നിന്നെന്നറിയില്ല. ഞാനിങ്ങനെ കണ്ണുനീര് കൊണ്ട് കുളിക്കുകയാണ്. ശരിക്കും കണ്ണുനീര് കൊണ്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയായിരുന്നു. അത്രമാത്രം ആ വരികൾ എന്നെ സ്വാധീനിച്ചു. പിന്നീട് ആ പാട്ട് കേൾക്കുമ്പോഴും ആ പാട്ട് ഞാൻ പാടുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ചിലപ്പോൾ അണ്ണാക്ക കൊട്ടിപ്പോകാറുണ്ട്. കാരണം അത്രമാത്രം ഗദ്ഗതം ആത്മാവിൽ തൊട്ട ഒരനുഭവമായിരുന്നു. പിന്നീട് ഞാനിങ്ങനെ എല്ലാ ശനിയാഴ്ചകളിലും ഇങ്ങനെ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ധ്യാനത്തിന് ഞാനിങ്ങനെ കൂടി, 10ാം ദിവസത്തിൽ നമ്മുടെ പാമ്പക്കലച്ചൻ ധ്യാനം. അപ്പോൾ ഞാൻ ടാറ്റയിൽ ജോലിയുണ്ട്. ഉച്ചയ്ക്ക് ധ്യാനം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകും, ഷിഫ്റ്റാണ്. അപ്പോൾ കുറച്ച് മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്നാലും ഒന്നും ഒരു ടച്ചൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ എന്നോട് പറയുകയാണ്, 13 പേരാണ് ധ്യാനം കൂടാനുണ്ടായിരുന്നത്. ഒരാൾ എന്നോട് പറയുകയാണ്, ചേട്ടനൊന്ന് ഡിവൈനിൽ പോയി ധ്യാനം കൂടിയാൽ നന്നായിരിക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഡിവൈൻ എവിടെയാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ചാലക്കുടി ചെന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഇങ്ങനെ വെള്ളവും വെളിവുകേടും ഒക്കെ ആയിട്ടൊക്കെ അതും വേറെ ഒക്കെ പോയിക്കൊണ്ട് എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു നവീകരണ അനുഭവത്തിലേക്കൊന്നും ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് തോന്നുകയാണ്, രാവിലെ പണിക്ക് പോകണം. ശരിക്കും ഷിഫ്റ്റ് 6 മണിക്കാണ്. വൈഫായിട്ട് വെറുതെ നിരന്തരം പ്രശ്നമാണല്ലോ. 2 പിള്ളേരുണ്ട്, 2 പെൺപിള്ളേരാണ്, അമ്മയുണ്ട്. ഇന്നിപ്പോൾ അവർ 2 പേരും കല്യാണം കഴിച്ചു. ഒരാൾക്ക് 3 പിള്ളേരുണ്ട്, ഒരാൾക്ക് 2 പിള്ളേരുണ്ട്. മൂത്ത ചെറുമകൻ +1 എത്തി. ഏറ്റവും താഴെയുള്ള ആൾ 2ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ 5 പിള്ളേരുണ്ട് ഇപ്പോൾ 2 പേർക്കും കൂടെ. അമ്മയുണ്ടോ? അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചു പോയിട്ട് വർഷങ്ങളായി. അപ്പൻ അത് നേരത്തെ തന്നെ മരിച്ചു. അവരുടെയൊക്കെ ഭയങ്കര ഭക്തി നിർഭരമായ ജീവിതമായിരുന്നു. നല്ല ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയിട്ടുള്ള മൂല്യങ്ങളുള്ള ജീവിതമായിരുന്നു നമുക്ക് കാണിച്ചു. പക്ഷേ നമ്മൾ തലതിരിഞ്ഞു പോയത് അവരുടെ കുഴപ്പം കൊണ്ടും അല്ല, അവരുടെ പ്രാർത്ഥന കൊണ്ട് കുറവ് കൊണ്ടൊന്നും അല്ല. നമ്മൾ ഈ കൂട്ടുബന്ധത്തിലൂടെയാണ്, കൂട്ടുകാരെ അതുപോലുള്ള ബന്ധത്തിലാണ് ഞാൻ ഇന്ന് പെട്ടത്. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇങ്ങനെ തിരിഞ്ഞു പോയത്. പിന്നെ ഇതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഈ ധ്യാനം അവിടെ പോയി കൂടിയതിന് ശേഷം ഭയങ്കര മാറ്റം വന്നു.
ഞാൻ പറഞ്ഞു, ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിത് വേറെ എങ്ങാണ്ട് ഒരു ലോകത്തിലാണല്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലെയാണ് അന്ന് ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണേ. അതൊന്ന് പുറത്തേക്ക് പോകാൻ ഇഷ്ടമില്ല. അതിനുശേഷം ഞാനും വൈഫും കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫസ്റ്റ് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല. അത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു. ഞാനൊരു ദിവസം രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഒരു ബാഗ് എടുത്തിട്ട് ഒരു പാൻറ്റും ഷർട്ടും ഇട്ടേക്കണ ഒരു അത് മാത്രമേ ഉള്ളൂ, ഒരു കള്ളി കൊണ്ടും എടുത്തിട്ട് ഞാൻ നേരെ, അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചാലക്കുടി പോയി ചോദിച്ചാൽ മതി എന്നുണ്ട്. ഞാൻ ട്രെയിനിൽ കയറി ചാലക്കുടി പോയി ഇറങ്ങി, അറിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷ കയറി 10 രൂപ കൊടുത്ത് നേരെ അവിടെ പോയി ഇറങ്ങി. ആ ഇട്ടിരുന്ന ഒരു പാൻറ്റും ഷർട്ടും കൊണ്ടാണ് ഞാൻ ആ ഒരാഴ്ച മുഴുവൻ എന്ന് പറഞ്ഞാൽ രാത്രി ഞാനിത് കഴുകിയിടും, ഒരു കള്ളി കൊണ്ടെടുത്തിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടാണ് അങ്ങനെയാണ് ആ ധ്യാനം എന്ന് പറഞ്ഞാൽ. ആ ധ്യാനം എന്ന് പറയുന്നത് അതൊക്കെ എന്തെന്നാണ് പറയാൻ പറ്റും. ഇന്ന് നമുക്ക് ദൂരം ധ്യാനം കൂടിയാലും കിട്ടാത്തൊരു ഫലം. ശരിക്കും പറഞ്ഞാലേ ആരും വിളിക്കാതെ, ആരും പറയാതെ, ആരും ഉന്തി വിടാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, അതാണ് എന്നെ അങ്ങോട്ട് എത്തിച്ചത്. പിന്നീട് ഞാനും വൈഫും കൂടെ പോയി, രണ്ടുപേരും കൂടെ പോയി ധ്യാനം കൂടി. അപ്പോഴാണ് ശരിക്കും കുറേയും കൂടെയൊക്കെ ഒരു ധ്യാനാനുഭവത്തിലേക്കൊക്കെ വന്നു. പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കുടിച്ചിട്ടില്ല, വലിച്ചിട്ടില്ല. അതുപോലെ തെറ്റായ എല്ലാ ബന്ധങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള കൂട്ടുബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചു. അവരെയൊക്കെ നന്നാക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷേ അവരാരും ഇങ്ങോട്ട് അടുത്തില്ല. അതൊരു പരാജയമാണെന്ന് വേണമെങ്കിൽ നമുക്ക് സമ്മതിക്കാം. പക്ഷെ പിന്നീട് ദൈവാനുഭവത്തിലേക്ക് വന്നതിന് ശേഷം പിന്നീട് ആദ്യത്തെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആളുകളെ ധ്യാനത്തിന് കൊണ്ടുപോകലാണ്. അങ്ങനെ ഒരുപാട് പേരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരുന്നവർ, തൂങ്ങിച്ചാവാൻ കയറിട്ടവർ, അല്ലെങ്കിൽ ചാവാൻ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഇങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ധ്യാനത്തിനുണ്ട്. അവരൊക്കെ ഇന്നും നല്ല ആത്മീയ ബന്ധത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന, അത് നമ്മളെ സംബന്ധിച്ചുള്ള ഭയങ്കര സന്തോഷമാണ്. വേറൊന്നും നമ്മൾ നേടിയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയത് ഈ ആത്മാവിനെ നേടുക എന്നുള്ളതാണല്ലോ. അവരൊക്കെ ഇന്നും വിശ്വാസത്തിൽ നിൽപ്പുണ്ട്. അത് നമുക്ക് വളരെ ആശ്വാസമാണ്. അതിന് നമ്മൾ ദൈവത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകും. ക്രിസ്തുവിൻ്റെ സ്നേഹം വ്യക്തിപരമായി നുകർന്ന നാൾ മുതൽ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട കാരുണ്യത്തിൻ്റെ വചനങ്ങൾ അനേകർക്ക് പകർന്നു നൽകുവാനായി യാത്രയാകുന്ന ജീവിതം. കൂട്ടായ്മയുടെ സ്നേഹവും കരുതലും ഒത്തുചേർന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സുവിശേഷ സാക്ഷ്യമായി മാറി. രോഗികൾക്കും ആലംബഹീനർക്കും ആശ്വാസമായി മാറി. മുറിവേറ്റവർക്ക് ആശ്രയമായി. ക്രിസ്തുവിനെ പകർന്നു നൽകുന്ന ജീവിതമായി. ഇന്ന് നവീകരണം നേരിടുന്ന വലിയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. വചനത്തിന് മുൻപിൽ വരുന്നവൻ പുതിയ സൃഷ്ടിയാകുന്നുണ്ടായിരുന്നു പണ്ടൊക്കെ ധ്യാനം കൂടുമ്പോൾ. ഈ 30 വർഷം മുമ്പ് കൂടിയ ഒരു വ്യക്തിയിൽ പഴയതെല്ലാം കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. പൂർണ്ണമായും ഒരു പൂർണ്ണ സൃഷ്ടി, പുതിയ സൃഷ്ടിയായി തീരാൻ. ഈശോ നിക്കോദെമോസിനോട് പറഞ്ഞില്ലേ, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന്. അവൻ പണ്ഡിതനായിരുന്നെങ്കിലും അവനതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അമ്മയുടെ വയറ്റിൽ എങ്ങനെ കയറിയിട്ട് പുറത്തു വരുമെന്നല്ല അവൻ ചിന്തിച്ചത്. കർത്താവ് പറഞ്ഞില്ല, ആത്മാവിനാലും ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ആത്മാവിൽ വീണ്ടും ജനിച്ച അനുഭവം നവീകരണത്തിൽ വന്ന അനേകർക്കുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരാനൊരു കാരണം, ഈ ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അതൊന്ന് ഞങ്ങൾക്ക് ഷാലോം പ്രേക്ഷകർക്കായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ 30 വർഷത്തിന് മുമ്പുള്ള ലൈഫാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ കൂദാശകളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. കുമ്പസാരം അല്ലെങ്കിൽ പള്ളി, ഞായറാഴ്ച ഒന്ന് പോകുന്നു, ജസ്റ്റ് ഒരു കാഴ്ചയായിട്ട് കാണുന്നു, തിരിച്ചു പോരുന്നു, ഒരാഘോഷം പോലെ, അത്രേ ഉള്ളൂ. അതിന് ശേഷം പിന്നെ ഷാപ്പിലേക്കാണ് പോകണം. അപ്പോൾ അതാ നേരെ മറിച്ചു. ഈ ധ്യാനാനുഭവത്തിന് ശേഷം ഇന്നോളം ആവുന്നതും ഒരു ദിവസം പോലും നമ്മൾ കൂദാശ അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ടില്ല എന്ന് തന്നെയല്ല, ദിവ്യകാരുണ്യം നമ്മളതിൻ്റെ ബോധ്യത്തോടും ആഴത്തിൽ ആ ഒരു ആത്മാവിൻ്റെ അനുഭവത്തിലും നമ്മൾ സ്വീകരിക്കുന്ന ഒരനുഭവം ഇന്നും നമ്മളത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൂടാണ്ട് പള്ളിയിൽ കൊയറിൽ പാടാൻ, കൊയറിൽ ഞാൻ സിംഗിളായിട്ട് ഒരുമിച്ച് ഒറ്റയ്ക്ക് ആണ് പള്ളിയിൽ ഞാൻ പാടാറുള്ളത്. അത് ഇന്നോളം നമ്മൾ 10-30 വർഷമായിട്ട് ഇന്നോളം തമ്പുരാൻ അതിനുള്ള അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അന്ന് ഉണ്ടായ ലൈഫിൻ്റെ മാറ്റത്തിൽ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ അവിടെ ഒരു ചെറിയൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വർഗീസ് ബ്രദർ 1-2-3 പേരൊക്കെ കൂടെ. അപ്പോൾ ഈ ഇടയ്ക്ക് അദ്ദേഹം മരിച്ചു. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് ലീഡറായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നോട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു പയ്യനോട്, ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥനയുണ്ട്, അപ്പോൾ ഞാനവിടെ പോയി വെറുതെ ഇങ്ങനെ കേട്ട് നിൽക്കുമെന്നുള്ളതല്ല, ഒരു ദിവസം ഒന്ന് കയറി നിൽക്കുക എന്ന് പറഞ്ഞു. സാവധാനം അതിനകത്തേക്ക് കയറി നിന്നു. പിന്നെ
ആ പ്രാർത്ഥനയാണ് പിന്നീട് ഈ ബ്രദേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ കൂട്ടായ്മയായിട്ട് വളർന്നത്. അപ്പോൾ അവർക്ക് സെല്ല് കൂടാനായിട്ടൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സ്ഥലമില്ല. എൻ്റെ വീട്ടിലൊന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താണ്, റൂമിലൊന്ന് കുറച്ച് നേരം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെൽ ഗ്രൂപ്പ് അവിടെ രൂപപ്പെട്ടു. അപ്പോൾ ഈ ബ്രദേഴ്സ് ഓഫ് ഇതിൻ്റെ വർഗീസ് ബ്രദറായിരുന്നു അതിൻ്റെ ലീഡർ, പ്രെയർ ഗ്രൂപ്പിൻ്റെ ലീഡർ. വേറെ 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റുപാടുള്ളവർ. അപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു ജോയി എന്ന് പറഞ്ഞ് അദ്ദേഹം ഭയങ്കര കഞ്ചാവും വെള്ളമായിരുന്നു. ആശാനൊക്കെ ഭയങ്കര പ്രാർത്ഥനയായി. അപ്പോൾ ഞാൻ CIT വർക്ക് ചെയ്യണം. CIT ജോയി എന്നാണ് ഞങ്ങൾ വിളിക്കണേ. ഇപ്പോഴും ഞങ്ങളിവിടെ ശുശ്രൂഷയിലുണ്ട്. അപ്പോൾ ഇവനൊക്കെ നന്നാവാമെങ്കിൽ പിന്നെ നമുക്കെന്താ നന്നാവാൻ പാടില്ലാത്ത എന്നുള്ള ഒരു കാരണം അതുപോലുള്ള ഭീകര ജീവിയായിട്ടാണ് ഞാൻ ഈ വ്യക്തിയെ കണ്ടിരുന്നത്. അപ്പോൾ അവരൊക്കെ ഭയങ്കര രൂപം മാറി, പെരുമാറ്റം മാറി, നിരന്തരമായിട്ടൊരു പ്രാർത്ഥനയൊക്കെ ഇട്ടു. അങ്ങനെ നിരന്തരം പള്ളി പ്രാർത്ഥന കൂട്ടായ്മ ഒക്കെ. അപ്പോൾ വർഗീസ് ബ്രദർ അന്ന് ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ തനിക്ക് വചനപ്രഘോഷത്തിൻ്റെ കൃപ കർത്താവ് തരുന്നുണ്ട്, കർത്താവ് അത് സന്ദേശത്തിൽ ദർശനത്തിൽ കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊന്നും നമ്മളങ്ങനെ സ്വീകരിക്കുന്ന കൂട്ടത്തിലല്ല, അങ്ങോട്ട് പാഴായിട്ട് കണ്ടു. പക്ഷേ ഒരുപാട് വേദികളിൽ, അനേകം വേദികളിൽ വചനം പ്രഘോഷിക്കാനുള്ള ദൈവം, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നായ്ക്കനാം പറമ്പിലച്ഛനെയൊക്കെ പൊട്ടാശ്രമത്തിൽ അന്ന് കാണുമ്പോൾ ഈ മനുഷ്യനൊന്ന് കാണാനായിട്ട് അടുക്കാൻ പറ്റണില്ല, ഭയങ്കര ജനത്തിരക്ക്. ആ സ്ഥലത്ത് അതേ സ്റ്റേജിൽ കയറി പല ആവർത്തി വചനം പ്രഘോഷിക്കാൻ കർത്താവ് എന്നെ കൊണ്ടുപോയി. അതുപോലെ ഡിവൈൻ ധ്യാനത്തിൽ ഞാൻ ധ്യാനം കൂടിയ ആ സ്റ്റേജിൽ പല പ്രാവശ്യം വചനം പ്രഘോഷണത്തിനായിട്ട് ദൈവം എന്നെ വിളിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മാറ്റം വരുന്നതെന്നുള്ള മാനുഷികമായിട്ട് നമ്മുടെ ബുദ്ധിയിലൊന്നും പറ്റില്ല. ശരിക്കും ദൈവമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വന്നത് എന്താണ്, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞു, അവസാനം ഹല്ലേലൂയ പാട്ടും പാടി ഇങ്ങോട്ട് പോകും. അപ്പോൾ എൻ്റെ ഉള്ളൊരു ശൂന്യത. ഈ പാട്ടും പാടി ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം? എന്നെക്കൊണ്ട് വേറെ ആർക്കാ അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ഉപകാരം ഉണ്ടാവണില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു സഹോദരൻ ഇങ്ങനെ ജയിലിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഇങ്ങനെ ജീസസ് ഫ്രറ്റേണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തോമസ് ബ്രദർ എന്ന് പറഞ്ഞു, അത് ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ സ്ഥാപക സെക്രട്ടറി ആയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ ജയിലിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വർഷത്തോളം ജയിലിൽ ശുശ്രൂഷയ്ക്ക് പോകുമായിരുന്നു. അതിനുശേഷം അവിടെ വെച്ച് ഈ തോമസ് എന്നോട് പറഞ്ഞു, നമുക്ക് ശിവൻ ചേട്ടാ ഈ ജയിലിലൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടായി കൊടുക്കാൻ. അപ്പോൾ ഇവർക്കൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണമൊക്കെ കിട്ടും. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ തൂറി മെഴുകി പഴുത്ത് ചീഞ്ഞ് പുഴുത്ത് കിടക്കുന്ന, അടുത്ത് ചെല്ലാൻ പോലും പറ്റാത്ത വികൃതമായ മനുഷ്യക്കോലങ്ങൾ, ദുർഗന്ധം കൊണ്ട് അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കുറേ മനുഷ്യരുടെ ഒരു കൂട്ടം എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞൊരു വാർഡുണ്ട്. ഒരു ദിവസം എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. പക്ഷെ അതെൻ്റെ മനസ്സിലങ്ങോട്ട് ഏശിയില്ല. ഒരു ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ റാഫേൽ ബ്രദർ, ഞങ്ങളുടെ പ്രസിഡൻ്റാണ്, അദ്ദേഹം ഒരു POCയിൽ വെച്ചൊരു സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു. ഞാനിന്ന് രാവിലെ പള്ളിയിലേക്ക്, ഞാൻ അവിടെ നിന്നാണ് വരണേ, ഒരു രോഗീനെ കുളിപ്പിക്കുമ്പോൾ മലത്തിൽ കിടത്തിയിട്ട് പിന്നെ തിരിച്ച് കുളിപ്പിക്കാൻ തിരിയുമ്പോൾ കംപ്ലീറ്റ് എല്ലും കൂടിനകത്ത് നിറച്ച് പുഴുക്കളിങ്ങനെ മെന്തിയിരിക്കുന്ന ഒരു അവസ്ഥ കണ്ട് അതെൻ്റെ ഹൃദയത്തെ ശരിക്കും സ്പർശിച്ചു. ഒരു ദിവസം ഞാനും തോമസും കൂടെ ഇങ്ങനെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നു, കാലൊന്നും നിലത്ത് തുടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന തറ, മലമൂത്ര വിസർജനം, മനുഷ്യരെന്ന് പറഞ്ഞാൽ തുണിയില്ല തൂപ്പുമില്ല, അതുകൊണ്ട് ആണും പെണ്ണും എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് മണം കൊണ്ട് നമുക്കവിടെ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ പുറത്തേക്ക് ഓടിപ്പോന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് ഇങ്ങനെ സ്വരം തന്നു, കണ്ണടച്ച് എന്നെ കാണാൻ നീ ധ്യാനിച്ചിരുന്നിട്ട് എൻ്റെ മുഖം കണ്ടിട്ടില്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന എന്നെ കണ്ടിട്ട് നിനക്ക് അറപ്പോടെ വെറുപ്പോടെ പോവാണ്. ശരിക്കും എൻ്റെ ഉള്ളിൽ ഞാനത് കേട്ടു. ഞാൻ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു, തോമാച്ച നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം, നമുക്കിവിടെ ഒരു മുറിയിലേക്ക് വന്നപ്പോൾ ഒരു മനുഷ്യനവിടെ കാലിങ്ങനെ ഒടിഞ്ഞ് 3-4 കഷ്ണമായിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. പ്ലാസ്റ്റർ ഇങ്ങനെ പാള പോലെ കിടക്കുകയാണ്. അതിനകത്ത് മലമൂത്ര വിസർജനം നിറച്ചു. അപ്പോൾ ഞാനിങ്ങോട്ട് കാലെടുത്ത് കുത്താൻ പറഞ്ഞു. കാലെടുത്ത് കുത്താൻ പറ്റില്ല, മാസങ്ങളായി അത് ക്ലീൻ ചെയ്തിട്ടില്ല. എന്നാലും മലമൂത്ര വിസർജനം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ശരീരം മുഴുവനും ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഇങ്ങനെ വികൃതമായിട്ടിരിക്കുകയാണ്. അപ്പോൾ തലേ ദിവസം പഴങ്കുഞ്ഞി കൊടുത്ത ഒരു ചട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ മനുഷ്യൻ ഇത് വാരി തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ശരിക്കും ഇങ്ങനെ ഭയങ്കര പ്രയാസം. എന്നെപ്പോലെ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വീണ ഒരു മകനല്ലേ ഇന്ന് ഈ അവസ്ഥയിൽ ഇവൻ ഇവിടെയും ഞാൻ എവിടെയും നിൽക്കുന്നു എന്നുള്ള ഒരു കാഴ്ച എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഒക്കെ ശരിക്കും കർത്താവ് തന്നതാണ്. തോമസ് ബ്രദർ ആദ്യത്തെ ശുശ്രൂഷയാണ് ഞാൻ പറയണത്. തോമസ് ബ്രദർ അകത്ത് പോയി സിസ്റ്ററോട് വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, സിസ്റ്റർ ഒരു ചൂലും കൊടുത്ത് ഒരു ബക്കറ്റും കൊടുത്തിട്ടുണ്ട്.
ഈ തോമസ് എന്ന് പറഞ്ഞാൽ ചെറിയ ആളാണ്. പോയി ബക്കറ്റിനുള്ളിൽ വെള്ളം കൊണ്ടുകൊണ്ട് വന്നു, ഈ ചൂല് എൻ്റെ അടുത്ത് തന്നു. അപ്പോൾ ഞാൻ ഈ ചൂല് കൊണ്ട് ഈ കുറുകി കിടക്കുന്ന സംഗതികളെല്ലാം മതലിന് പൊട്ടൊന്നുമില്ല, അങ്ങനെ ഇടിച്ച് പൊളിച്ച് ഒരു ഓട്ടയൊക്കെ ഇട്ടിട്ട് അതിലൂടെ മലവും മൂത്രവും എല്ലാം കൂടെ അടിച്ച് കഴുകി കളഞ്ഞ് ഇയാളെ കുളിപ്പിക്കാനാണ്. പക്ഷേ ഇയാളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റണില്ല. കാര്യം 2-3 അടി വ്യത്യാസമുള്ളൂ. പക്ഷേ ഇയാളുടെ അടുത്തേക്ക് പോകാൻ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ തൊടിയിക്കണില്ല, എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ വേഗം ഒരു പടിയുണ്ട്, അനങ്ങാതിരുന്നോട്ടാ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ മുറി മുഴുവൻ ആകെ ക്ലീൻ ചെയ്തു. മണിക്കൂറുകളുടെ അധ്വാനത്തിന് ശേഷം ഈ മനുഷ്യനെ കുളിപ്പിച്ച് കഴിച്ച്, അപ്പോൾ ശരീരത്തിൽ മുഴുവൻ പുഴുവൊക്കെയാണ് ഇങ്ങനെ കംപ്ലീറ്റ് ഈ പൊട്ടി ഒളിഞ്ഞിരിക്കുന്ന എല്ലൊക്കെ പുറത്ത് വന്നിരിക്കുക, ഈ പ്ലാസ്റ്റർ ഇട്ടിട്ടെ പാളയൊക്കെ തുറന്നിരിക്കണത് പോലെ അതിനകത്ത് മുഴുവനും പുഴുവിനെ ഓടി നടക്കുന്നു. ഞാൻ ചോദിച്ചു വിശക്കണുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞ് വിശക്കണം, ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അപ്പോൾ പോയിട്ട് ഒരു ചോറ്റുപാത്രം ഒരാളോട് മേടിച്ചിട്ട് പോയിട്ട് നിറച്ച് ചായയും 2-3 ഉണ്ടംപൊരിയൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുത്തു. ഇയാൾ തൃപ്തിയായി, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇയാൾ തൃപ്തിയായി. അപ്പോൾ ഉടുപ്പിക്കാനൊന്നുമില്ല, കാരണം വേറെ സെറ്റപ്പൊന്നുമില്ല, നമ്മൾ ആദ്യമായിട്ട് ചെല്ലുകയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിങ്ങളവിടെ നിൽക്കും, ഞാനിപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞിട്ട് പോയിട്ട് അവരുടെ ഒരു വലിയൊരു കോട്ട് എടുത്തിട്ടുണ്ട്. ആ കോട്ട് കീറി 2-3 കഷ്ണമായിട്ടിട്ട് ഇയാളെ ഒരു ചെറിയ ഒരു ഉടുപ്പിച്ച് ഇത് കഴിഞ്ഞ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് ഇങ്ങനെ ഒരു ചിന്ത തന്നെയാണ്. ഞാൻ രോഗിയായിരുന്നു, രാമേന്ദ്രൻ രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, ഉടുപ്പിച്ചു, വിശക്കുന്നവനായിരുന്നു, ദാഹിക്കുന്നവനായിരുന്നു, ഉണ്ടമ്പരിയും ചായ മേടിച്ചു കൊടുത്തു. അനാഥനായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് അയാൾ യാതൊരു ബന്ധം, ആദ്യമായിട്ട് കാണുന്ന മനുഷ്യനാണ്. ഈ കാരാഗ്രഹത്തിലായിരുന്നു പറഞ്ഞാൽ കാരാഗ്രഹത്തെ കഷ്ടമായിരുന്നു ഇയാളുടെ കിടപ്പ്, അതുപോലുള്ളൊരു അന്തരീക്ഷമായിരുന്നു. ഞാനിത് പല പുസ്തകങ്ങളിലും ലേഖനങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ട് കരഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. ഈ അനുഭവം ഞാൻ പലയിടങ്ങളിലും വചനപ്രഘോഷണത്തിൻ്റെ വേദിയിൽ ശുശ്രൂഷയുടെ അനുഭവം പറഞ്ഞു പങ്കുവച്ചപ്പോൾ പലരും വന്നു ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വന്ന് കാണുക, സുവിശേഷത്തിൽ പറയുന്ന പോലെ വന്ന് കാണുക, ഈശോ പറഞ്ഞില്ലേ. വന്ന് കണ്ടവരൊക്കെ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടാൻ തുടങ്ങി, പിന്നെ ശുശ്രൂഷ തുടങ്ങി. അങ്ങനെ ഇവർക്ക് ഒരു സ്ത്രീ ഭക്ഷണം വീട്ടിലുണ്ടാക്കി കൊടുത്തു, അത് വർദ്ധിച്ചു. അങ്ങനെ ഭയങ്കര അത്ഭുതകരമാണ്. 2 നാഴി അരി ഇട്ട് കുറച്ച് ഇറച്ചിക്കറിയും ഒക്കെ വെച്ച് ഒരു ദിവസം ആദ്യത്തെ ദശാംശമാണ്. അന്ന് അതിൻ്റെ ആദ്യത്തെ ദശാംശം എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ് എനിക്ക് ശമ്പളം കിട്ടണേ. അതിൽ നിന്ന് 800 രൂപ, 180 രൂപ ദശാംശമായിട്ട് എടുത്ത്, അതുകൊണ്ടാണ് സാധനങ്ങൾ ഇതുമായിട്ട് അവിടെ ചെന്ന് ഇത് കഴിച്ചിട്ട് അവരുടെ സന്തോഷം കാണും. അപ്പോൾ ഈ മനുഷ്യൻ ഈ ഒരു പൊട്ട കപ്പ് അതിനകത്തുണ്ട്, അതിൽ നിന്നാണ് ഈ പഴങ്കഞ്ഞി വാരി തിന്നുകൊണ്ടിരുന്നത്. അത് കൈ നിറച്ച മലം ഉണങ്ങിയിരിക്കണു, ഈ പാത്രത്തിൻ്റെ അകവും പുറവും അതൊക്കെ തന്നെ അവസ്ഥ. ഇതൊക്കെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അപ്പോൾ ഈ ഭക്ഷണം നമ്മൾ കൊണ്ടുപോകാൻ തുടങ്ങി, ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്ക് തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 നാഴി എന്നുള്ളത് ഒരു ചാക്ക് വരെ, അന്ന് 75 കിലോയാണ് ഒരു ചാക്ക് അരി. അപ്പോൾ ഒരു ചാക്ക് അരി വരെ നമ്മൾ ഇട്ട് 10,000-ഓളം പേർക്ക് സ്ഥിരമായിട്ട് വർദ്ധിച്ചു വരുന്നു. ആളുകളൊക്കെ ഇങ്ങനെ ചോദിച്ചു അന്വേഷിച്ചൊക്കെ വരാൻ തുടങ്ങി. ഈ ഭക്ഷണം കൊടുക്കണേക്കാൾ ഉപരി നമുക്ക് ഇവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു പണിയായിരുന്നു. പലരും വന്നിട്ട് ഇങ്ങനെ അറപ്പോടെ വെറുപ്പോടെ മൂക്കുപൊത്തി പോയിട്ടുണ്ട്. നമ്മളുടെ ഉള്ളിൽ അങ്ങനെ തോന്നിയൊരു ഘട്ടമല്ലോ. അങ്ങനെ ആ ശുശ്രൂഷ തുടങ്ങി. ഇന്നും അത് 2 ആശുപത്രിയിൽ, 3 ആശുപത്രിയിലുണ്ട്. ഗവൺമെൻറ് ആശുപത്രിയിൽ, എറണാകുളത്ത്, കൊച്ചിയിൽ, തൃപ്പൂണിത്തുറയിൽ വേറെ സഹോദരൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സെപ്പറേറ്റ് മാറി. ഇന്നും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിപ്പുണ്ട്. അത്ഭുതകരമാണ്. കാരണം ഒരു ദിവസം നമുക്ക് ഇന്ന് 10,000 രൂപ വേണം. ഏതാണ്ട് 600-700ഓളം പേർക്കുള്ളവർക്ക് ഭക്ഷണം നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ അത്ഭുതകരമായിട്ട് ഇങ്ങനെ ആളുകൾ വന്ന്, വീട്ടിലാണ് ആദ്യം ഒരു ചെറിയ ഗ്യാപ്പിലായിരുന്നു. പിന്നെ ഒരാളൊരു നമ്മുടെ ഒരു ക്യാപ്റ്റൻ തോമസ് എന്ന് പറഞ്ഞു, ദുബായിലുള്ളതാണ്. അദ്ദേഹം ഇവിടെ കാണാൻ വന്ന ഈ അവസ്ഥയെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് തോന്നിക്കും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ഒരു 1,00,000 രൂപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ തരാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. ഭാര്യയും ഭർത്താവും കൂടി ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾക്കൊരു വീട് അവിടെ കിടപ്പുണ്ട്, ഒരു 2 നില കെട്ടിടമാണ്. അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ടൊരു സ്ഥലമില്ല, അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തം വേണ്ട, ഞങ്ങൾ എടുത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾക്ക് തരാം, വാടകയൊന്നുമില്ലാതെ. ഇന്നും ഏതാണ്ട് വർഷങ്ങളോളമായി അവർ ഫാമിലിയായിട്ട് പുറത്താണ്. അതൊക്കെ നന്ദിയോടെ. അതുപോലെ തന്നെ കൊച്ചിയിലാണെങ്കിൽ ആ OT അലക്സാണ്ടർ എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ ഒരു വീട് പണിതു നമുക്ക് വേണ്ടി തന്നു. അവിടെയാണ് ഇതുപോലെ തന്നെ ശുശ്രൂഷകൾ, അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കുന്ന അവിടുത്തെ ശുശ്രൂഷകർ
ഓൾട്ടുഗദർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 100-200ഓളം വളണ്ടിയേഴ്സ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാന്തരത്തിൽ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറിപ്പോയെങ്കിലും ഇന്നും ഒരു 100-100ഓളം പേര് 2 ആശുപത്രികളിലും ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ ഐസൊലേഷൻ വാർഡ് കെട്ടിടമൊക്കെ പൊളിഞ്ഞു പോയത് കാരണം അവർ പൊളിച്ച് ഇപ്പോൾ രണ്ടാമത് പണിതുകൊണ്ടിരിക്കുക. നമുക്ക് കർത്താവ് മറൈൻ ഡ്രൈവ് ബൈബിൾ കൺവെൻഷനിലാണ് കൊച്ചാച്ചൻ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആംബുലൻസ് വേണം, ഇവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അങ്ങനെ പലരും സഹകരിച്ച് ഒരു ആംബുലൻസ് വാങ്ങി തന്നു. അതിനുശേഷം പിന്നെ 2-3 ആംബുലൻസ് കിട്ടി. ഇപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടാണ് രോഗികളൊക്കെ കൊണ്ടുപോവുകയും വഴിയിലെവിടെയെങ്കിലും കിടക്കുന്നവരെയൊക്കെ എടുത്തുകൊണ്ട് വരികയും ശുശ്രൂഷ ചെയ്യും. ഇത് കഴിയുമ്പോൾ ഇവരെ ഏതെങ്കിലും ആതുരാലയങ്ങളിൽ കൊണ്ട് എത്തിക്കുക, അതും വേണമല്ല. അവിടെ നിന്ന് പേര് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ പിന്നെയും വഴിയിലേക്ക് തന്നെ പോവാം. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി എത്തിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചു. സുവിശേഷ കൂട്ടായ്മയുടെ ഒത്തുചേരൽ, ബ്രദേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. അനേകരുടെ പങ്കുവെക്കലുകളും സമർപ്പണവും വഴി മുടക്കമില്ലാതെ മുന്നേറുന്ന എറണാകുളം നഗരത്തിലെ ഒരു ഭക്ഷണ ശുശ്രൂഷ. രാവിലെ ഒത്തുചേർന്ന് ഭക്ഷണം തയ്യാറാക്കി പ്രാർത്ഥനയോടെ ഇവർ ജനറൽ ആശുപത്രി അടക്കം ആതുരാലയങ്ങളിൽ എത്തിച്ചു നൽകുന്നു. അനേകം ആലംബഹീനർക്ക് ഭക്ഷണമാകുന്ന വലിയ ശുശ്രൂഷ. സാധാരണഗതിയിൽ കർത്താവ് ഒരാളെ സ്പർശിച്ച് തന്നെ ശുശ്രൂഷക്കായിട്ട് ഏറ്റെടുത്താൽ പലപ്പോഴും ചെയ്യുന്നതിനിടയിൽ ഒരു ബൂസ്റ്റിംഗ് എന്ന രീതിയിൽ പലപ്പോഴും കർത്താവ് ദർശനത്തിലൂടെയോ സ്പർശനത്തിലൂടെയൊക്കെ നൽകാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെച്ചാൽ കൊള്ളാം. ഒപ്പം നമ്മൾ ശിവജനെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ചില പുസ്തകങ്ങൾ, അതുപോലെ തന്നെ കവിതകൾ എഴുതുന്നത്, ഇതൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ? അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നും എനിക്ക് ഉണ്ടായിരുന്ന കഴിവുകളല്ല. ശരിക്കും ദൈവത്തിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ കർത്താവ് കൃപയായി തന്ന അനുഗ്രഹങ്ങളുടെ ഒരു ശരവർഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വചനപ്രഘോഷണം ഏറ്റവും മുമ്പിൽ നിൽക്കുന്നു. അതിനുശേഷം ഈ ശുശ്രൂഷാ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ ഇതുപോലെ തന്നെ വരിസഭയിൽ ഓരോ പ്രാവശ്യം പറയും തന്നോട് ലേഖനം എഴുതാൻ. അങ്ങനെ ലേഖനങ്ങൾ ഒത്തിരി എഴുതി ശാലോമിലും അതുപോലുള്ള പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാട്ട് എഴുതാൻ തുടങ്ങി. ആ പാട്ട് എഴുതി പലതും മറ്റുള്ളവരെ ട്യൂൺ ചെയ്തു. അത് റെക്കോർഡിങ്ങിലായി. ഈ ഇടയ്ക്ക് തന്നെ 2-3 പാട്ടുകൾ കെസ്റ്റർ പാടി തന്നു. അതുപോലെ തന്നെ പുസ്തകം എഴുതണമെന്ന് എന്നോട് വരിസഭയോട് തന്നോട് ഇങ്ങനെ പുസ്തകം എഴുതാൻ കർത്താവ് പറയണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അങ്ങനെ എഴുതി, ഒരു പുസ്തകം എഴുതി. അതിനുശേഷം പിന്നെ ഒരു 5 പുസ്തകം. ഇപ്പോൾ 6ാമത്തെ പുസ്തകം ഇപ്പോൾ സോഫിയ പബ്ലിഷിങ്ങിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും അടുത്ത മാസം അവർ തീർത്ത് തരാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇങ്ങനെ ഒന്നല്ല, എന്തൊക്കെയാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളും അനുഗ്രഹങ്ങളും അഭിഷേകത്തോടെ ദൈവം തന്നു. ഇതിന് ദൈവത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞില്ല, കർത്താവിൻ്റെ കരം വെട്ടിക്കളഞ്ഞ ഒരു രൂപമാണ് കണ്ണാങ്കുത്തുള്ളിയിലുള്ള തിരുമുഖം. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്ന് കഴിയുമ്പോൾ ഹൃദയത്തിൽ പറയണത്, എനിക്ക് കരങ്ങളില്ല, എൻ്റെ കരമായിട്ട് നീ പ്രവർത്തിക്കണം. ബാക്കി ഉടലില്ല, അത് ഇത്രയല്ലേ ഉള്ളൂ. ബാക്കി എനിക്ക് പകരം നീ ആയിരിക്കണം. ആ ഒരു ചിന്ത ഞാൻ പലപ്പോഴും ഇന്നും ആ രൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് പറയും, കർത്താവേ, മരണം വരെ നിൻ്റെ കരമായിട്ട്, നിൻ്റെ ഹൃദയമായിട്ട്, നിൻ്റെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിലൂടെ നീ എനിക്ക് തരണമേ. അതാണ് പ്രാർത്ഥന. അതിനപ്പുറത്തേക്ക് വേറെ ഈ ലോകത്തിൽ എനിക്കൊന്നും വേണ്ട. അത് ദൈവത്തിന്. ഏതായാലും കർത്താവ് സ്പർശിച്ച പല വ്യക്തികളെയും കർത്താവ് മനോഹരമായിട്ട് ഉപയോഗിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ പൗലോസ് പുസ്തകത്തിൻ്റെ കാര്യം എടുത്താലും സെയിൻറ്റ് അഗസ്റ്റിൻ്റെ കാര്യം എടുത്താലും പലരെയും സ്പർശിച്ച കർത്താവ് പല രീതിയിൽ ഉപയോഗിച്ചു പുതിയ സൃഷ്ടിയായപ്പോൾ. വാസ്തവത്തിൽ നവീകരണത്തിൻ്റെ ഏറ്റവും അത്യന്തിക ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിലേക്ക് വന്ന ഒരാളെ തൻ്റെ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു. ആ അനുഭവ സാക്ഷ്യം തീർച്ചയായിട്ടും ഷാലോം പ്രേക്ഷകർക്ക് ഏറെ ഉപകാരമായിരിക്കും. ഇത് ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ ആ സ്പർശനവും വെളിപാടും ലഭിക്കുവാൻ അനേകർക്ക് കാരണമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ കഥയിൽ ഞങ്ങളോട് സഹകരിച്ചതിന് സ്റ്റീഫൻ ചേട്ടനോട് ഏറെ നന്ദിയുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷാലോമിന് ഒത്തിരി നന്ദി.